ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പലർക്കും അറിയുന്നൊരു കാര്യമാണ്, നാളെ ഫുൾ മൂണാണ്. അപ്പോൾ നാളെ എന്ന് പറയുന്നതിന് വലിയ പ്രസക്തി ഇല്ല, കാരണം നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഇന്നിപ്പോൾ നൈറ്റിൽ ഇടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ജൂൺ 11-ാം തീയതി പുലർച്ചെ മുതൽ ആ ഒരു ഫുൾ മൂൺ എനർജി സ്റ്റാർട്ട് ചെയ്യും, ആ ഒരു ടൈമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പതിവ് പോലെ പൗർണ്ണമി റിച്വലിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഓർ നക്ഷത്രം എഴുതിയിടുക. കഴിഞ്ഞ തവണ നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല, ഇത് ആക്സിഡൻറ്റിനെയൊക്കെ തുടർന്ന് അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്കൊരു 1 മന്ത് അത് മിസ്സായിട്ടുണ്ട്. മാത്രമല്ല പൗർണ്ണമിയുടെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയുന്നൊരു സംഗതി തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡേ നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹ്യൂമൻസ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി മാറി മാറി നമ്മളിൽ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു ബാലൻസിങ് ഒക്കെ കിട്ടിയെന്ന് വരില്ല, പക്ഷേ ഈ ഒരു ഡേ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം അത് പല കാര്യങ്ങളും മാനിഫെസ്റ്റ് പെട്ടെന്നാവുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് അവിടെ പതിയും. അപ്പോൾ അതിനിട കൊടുക്കാതെ നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാനും അങ്ങനെ സൗമ്യമായിട്ടിരിക്കാനും മറ്റുള്ളവരോട് അങ്ങനെ തന്നെ ഇടപഴകാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുക. റിച്വൽസ് ചെയ്യുന്നവർ, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നവരൊക്കെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. പുലർച്ചെ കുറച്ച് നേരത്തെ എണീക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ആ ഒരു തരത്തിൽ വളരെ പോസിറ്റീവായിട്ട് നാളത്തെ ഒരു ദിവസം കൊണ്ടുപോവുക. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം യൂണിവേഴ്സിന് തന്നെ സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഫുൾ മൂണും കാര്യങ്ങളൊക്കെ അടുത്ത് നിൽക്കണം, ആ ഒരു എനർജി ആയിരിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, അവരോടുള്ളൊരു എനർജി എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ നിങ്ങളോടുള്ളൊരു എനർജി എന്താണ്, ഇതിനകത്ത് എന്തെങ്കിലും ആക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉടനടി ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ റീഡിങ്ങിനകത്ത് നോക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണെന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. ഓക്കെ, 2 ഓഫ് വൺസ് എനർജി വന്നിട്ടുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി വന്നിട്ടുണ്ട്. Knight of Wands, 6 of Pentacles, King of Cups. അപ്പോൾ നമ്മളിവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിലാണ്. അതായത് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഈ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, അതൊരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിരിക്കാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഒരു ഇൻറ്റിമസിയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം. അതായത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സ്നേഹവും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള എല്ലാ ഇഷ്ടവും നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഓവറായിട്ട് ഈ ഒരു പേഴ്സണോട് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വേണ്ടത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ അങ്ങോട്ട് എന്തോരം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ പോകുന്നു എന്നുള്ളൊരു തരത്തിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ ഇവരും തിരിച്ചു തരണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കതിന് അവകാശമുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹം, ഇഷ്ടം അല്ലെങ്കിൽ അട്രാക്ഷൻ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുണ്ട്. നിങ്ങൾ എല്ലാ തരത്തിലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ നേരത്തെ തന്നെയുള്ള വ്യക്തിയായിരിക്കാം, ഒരുമിച്ച് വർക്ക് ചെയ്തവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പഠിച്ചവരായിരിക്കാം, ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ കോൺടാക്റ്റ് ആയിരിക്കാം. അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം. അപ്പോൾ വീണ്ടും നിങ്ങൾ ഒരുമിച്ച് പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നിങ്ങൾ ആരോടും പറയുന്നുണ്ടാവില്ല. എത്രത്തോളം ഈ ഒരു പേഴ്സണോട് സ്നേഹമുണ്ടെന്ന് ഇപ്പോൾ അവരെ പോലും ചിലപ്പോൾ നിങ്ങൾ അറിയിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു ഇമോഷൻസ് എന്താണോ അത് മുഴുവൻ നിങ്ങളുടെ മനസ്സിനകത്ത് ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ മടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ
ഈ ഒരു സ്നേഹം ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ ഇനി കാണിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ തന്നെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ ഒരു നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു എനർജിയിലൂടെയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ് നിങ്ങളോട് എന്നുള്ളത് നോക്കാം. Four of Pentacles energy, the Star, Two of Swords, Two of Wands, High Priestess energy, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഏകദേശം ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഇങ്ങോട്ട് വരട്ടെ എന്ന് രണ്ടുപേരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്കും നിങ്ങളെപ്പോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രമേൽ പ്രിയപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വിസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അകന്ന് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റീകൺസിലിയേഷൻ ഈ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു കൺഫ്യൂസ്ഡ് മൈൻഡിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷനും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചേക്കാം. അതായത് നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, ചില സിറ്റുവേഷൻസിനെ ഭയപ്പെടുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് വേറെ പല കാര്യങ്ങളും മുന്നിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അത് നമുക്കിവിടെ വളരെ വിസിബിളായിട്ട് കാണാം. നിങ്ങളുമായിട്ട് വീണ്ടും നല്ല രീതിയിൽ ചേർന്ന് പോകാനായിട്ട് നിങ്ങൾ എന്താണോ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെ അവരും തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത്രയും ഒരു ഡെപ്ത് രീതിയിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു പ്ലേറ്റോണിക് ലെവൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ കൊണ്ടു നടന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ചില റിലേഷൻഷിപ്പ് ആ ഒരു തലത്തിലേക്ക് വളരുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സാധാരണ റിലേഷൻഷിപ്പിനേക്കാളും കൂടി ഒരു സ്റ്റെപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾക്കായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചില റിലേഷൻഷിപ്പിൽ അങ്ങനെയല്ല. ഫിസിക്കലി എന്നുള്ള കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഒരു സപ്പോർട്ടിന് വേണ്ടിയൊക്കെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്ന് കൂടുതലും ആഗ്രഹിക്കുന്നത് സപ്പോർട്ടല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ഓരോ റിലേഷൻഷിപ്പിനും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. അപ്പോൾ നിങ്ങളുടേത് ആ ഒരു തലത്തിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് കൂടി ഉയർന്നു നിൽക്കുന്ന, മറ്റുള്ള റിലേഷൻഷിപ്പിനേക്കാളും കുറച്ചും കൂടി ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് മറ്റ് പല പ്രത്യേകതകളും ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് നല്ല രീതിയിൽ അറിയുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു തരത്തിൽ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നോക്കി കാണുന്നത്. അപ്പോൾ ചിലർക്കിത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ അല്ല, ചിലപ്പോൾ എബ്രോഡുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഒരാൾ നാട്ടിലുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു തരത്തിലുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ ഒരു ലൈഫ് കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ അവരുടെ ഒരു ജേർണി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ വളരെ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർ നോക്കി കാണുന്നുണ്ടെങ്കിലും ഇവിടെ അവർക്ക് ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ്, അല്ലെങ്കിൽ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതും ഒരു വെയിറ്റിംഗ് എനർജി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ നേരിട്ടെത്താനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് ഒരു പക്ഷേ ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം ആ ഒരു തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കില്ല. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പറയാനായിട്ടുണ്ടാവാം. ചിലപ്പോൾ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി കാത്തു നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ്. ആക്ഷൻ എടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്, ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അത് വളരെ ഓപ്പൺ അപ്പായിട്ട് നിങ്ങളോട് ഡയറക്റ്റ് ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് പോലെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൺ ഈ സമയം ആഗ്രഹിക്കുന്നില്ല. നേരിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആക്ഷൻ എടുക്കാൻ നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ഒരു കോൺവെർസേഷൻ നടത്താൻ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി വരാനായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖാമുഖം വന്ന് സംസാരിക്കാനാണ് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ഉടനടി ഒരു കോൺടാക്റ്റ് ചെയ്യുമോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉടനെ ഒരു ആക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന തീർച്ചയായിട്ടും അവർ ഇതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ അതിനകത്ത് അവർ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇപ്പോൾ വേറെ പല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ മുഖ്യമായിട്ട് തന്നെ ആ ഒരു പേഴ്സൺ കാണുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവർ ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതിനകത്ത് യൂണിവേഴ്സ് എന്താണ് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ലവ് ബിഗിൻസ് എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോന്നും എടുത്തതെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പേരുടെയും മനസ്സിനകത്ത് സ്നേഹമുണ്ട്. രണ്ടുപേരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ കാണിക്കുന്നില്ല, ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം ഇപ്പോൾ പ്രകടിപ്പിക്കാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതേ ഒരു വെയിറ്റിംഗ് എനർജി നമ്മൾ ആദ്യമേ കണ്ടു. പക്ഷേ അവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുമായിട്ടൊരു കൂടുതലൊരു ഡയറക്റ്റ് കോൺടാക്റ്റ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് കൂടുതലും ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്ക് റെസനേറ്റ് ആവുന്ന ഒരു റീഡിംഗ് തന്നെയാണ്. കാരണം നിങ്ങളുടെ ഒപ്പമുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിൽ ഒരു ഡയറക്റ്റ് കോൺവെർസേഷന് വേണ്ടി അവർക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. എപ്പോൾ ആണെങ്കിലും നിങ്ങളെ കാണാൻ സംസാരിക്കാനൊക്കെ പറ്റുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ അത്തരത്തിലുള്ള ഒരു വ്യക്തികൾക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ആ ഒരു ലവ് ബിഗിൻസ് എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്ലോയാണ്. സ്നേഹമുണ്ട് രണ്ടുപേരുടെയും മനസ്സിനകത്ത്. യൂണിവേഴ്സ് ആണെന്നുണ്ടെങ്കിലും പറയുന്നത് അത് തന്നെയാണ്. ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു എനർജി ഫ്ലോയിങ്, അല്ലെങ്കിൽ ആ ഒരു ലവ് എനർജി തീർച്ചയായിട്ടും നിലനിൽക്കും, അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സെപ്പറേഷൻ്റെ കാരണം വലിയ റീസണൊന്നും ആവണമെന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇന്നത്തെ എനർജിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഫുൾ മൂണിൻ്റെ എല്ലാം ഒരു എഫക്റ്റ് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു സ്നേഹം, താല്പര്യം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ പെട്ടെന്ന് കാണണം, സംസാരിക്കണം, ആ ഒരു പാഷനേറ്റ് എനർജി എല്ലാം വളരെ കൂടി നിൽക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കാം ഇത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കാനായിട്ട് ആ ഒരു യാത്രക്ക് ഒരുങ്ങി പുറപ്പെട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്താണ്, അവരെന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ബ്രോക്കൺ എന്നുള്ള എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഐ ഫീൽ ഷാറ്റർഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. അതായത്
ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അവർ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിക്കോട്ടെ, നോ കോൺടാക്റ്റ് ആയിക്കോട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഹോപ്പ് എനർജിയാണ് നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്നത്. ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ സിയറ്റ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരത് കൈവിട്ടിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. ഓക്കെ, കോൺവെർസേഷൻ എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം. ആൻഡ് ഫൈനലി റിഗ്രറ്റ് എനർജിയാണ്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷന് പിന്നിൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ ഒക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനൊരു കുറ്റബോധമുണ്ട്. ഇതൊരിക്കലും സംഭവിക്കരുതായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു തരത്തിലാണ് നമുക്ക് ഇപ്പോൾ അവരുടെ ഒരു എനർജി കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. വളരെ ഷോർട്ടായിട്ട് ചെയ്തൊരു റീഡിംഗ് ആണ്. നമ്മളവരുടെ ഒരു എനർജി ഫീലിങ്സ് നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കുമോ ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുന്ന ഒരു കണക്ഷനാണ്, ഒരു സെപ്പറേഷനിൽ നിൽക്കുകയാണ്, ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എനർജി ആണോ പേഴ്സൻ്റെ എനർജി ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ റീകൺസിലിയേഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.